നമസ്കാരം. രാഹുൽ ദ്രാവിഡ് ആറാറിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ്. ടെസ്റ്റിന് മേലെ ടെസ്റ്റാണ് മൊത്തത്തിൽ IPL ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ആദ്യം സഞ്ജു സാംസൺ ആറിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇമെയിൽ അയച്ചു എന്നുള്ളൊരു ന്യൂസ് അറിഞ്ഞു. അതിനുശേഷം CSKയിലേക്ക് വരുന്നു. CSK ആക്റ്റീവായിട്ട് സഞ്ജു സാംസന് വേണ്ടി നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. KKR നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെയൊക്കെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ രാഹുൽ ദ്രാവിഡ് ഈ RR വിട്ടു പോകുന്നു എന്നുള്ള ന്യൂസ് വരുന്നു. ഒഫീഷ്യലി RRന്റെ പേജിൽ തന്നെ ഇന്നലെ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് രാഹുൽ ദ്രാവിഡിന് ഒരു കുറച്ചും കൂടെ ഹയർ പൊസിഷൻ RR കൊടുക്കാനായിട്ട് ഡിസ്കസ് ചെയ്തു. പക്ഷേ രാഹുൽ ദ്രാവിഡിന് അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടോട്ടലി RRൽ നിന്നുള്ള ഒരു ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. ബേസിക്കലി അത് എന്താണ് മീൻ ചെയ്യുന്നത് വെച്ചാൽ ഹെഡ് കോച്ചിൽ നിന്ന് വേണ്ട എന്നുള്ളൊരു ഡിസ്കഷൻ വന്നു. സോ ഒരു ഹയർ പൊസിഷൻ കൊടുക്കും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സംഘകാരയ്ക്ക് എന്താണ് ചെയ്തത് അതുപോലെ തന്നെ ഒരു ഹയർ പൊസിഷൻ കൊടുക്കാന്ന് പറഞ്ഞു. രാഹുൽ ദ്രാവിഡ് അത് വേണ്ടാന്ന് വെച്ചു. സോ ഹെഡ് കോച്ചിൽ നിന്ന് രാഹുൽ ദ്രാവിഡ് വേണ്ടാന്ന് RR ഡിസൈഡ് ചെയ്യുന്നുള്ളതാണ് ഹൈലൈറ്റ്. സോ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ സഞ്ജു സാംസന്റെ ഒരു ഇഷ്യൂ ഒരു ഒരസൽ അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. അതും വിസിബിളി തന്നെ ഗ്രൗണ്ടിൽ പലപ്പോഴും നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ്. ഓൾറെഡി നമുക്ക് ഇതിന്റെ ഹിസ്റ്ററി എല്ലാം അറിയാം. സോ അതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ സഞ്ജു സാംസൺ എന്ന് പറഞ്ഞൊരു പ്ലെയറിന് അല്ലെങ്കിൽ ബ്രാൻഡിന് കുറച്ചും കൂടെ വാല്യൂ RR കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് സഞ്ജു സാംസണെ പിടിച്ചു നിർത്താനായിട്ട് ഒരുപക്ഷെ രാഹുൽ ദ്രാവിഡുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം. രാഹുൽ ദ്രാവിഡിന് ഒരു ഹയർ പൊസിഷൻ കൊടുക്കാമെന്ന് RR ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ രാഹുൽ ദ്രാവിഡിന് അതിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ രാഹുൽ ദ്രാവിഡ് വിട്ടു പോയതാകാം. സോ സഞ്ജു സാംസൺ ആസ് എ ബ്രാൻഡ് RR അത്രയും വില കൊടുക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. അപ്പോൾ ഇനി സഞ്ജു സാംസൺ മോസ്റ്റ് പ്രോബബ്ലി RRന്റെ കൂടെ തന്നെ നിൽക്കുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. എനിവേ ഇതിനകത്ത് 3 പാർട്ടിയെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഒന്ന് RR ആസ് എ ടീം, പിന്നെ രാഹുൽ ദ്രാവിഡ് ആസ് എ കോച്ച് ആൻഡ് സഞ്ജു സാംസൺ ആസ് എ പ്ലെയർ. ഇവർ 3 പേരും നമുക്ക് പ്രധാനമാണ്. തീർച്ചയായിട്ടും അതിനകത്ത് ഉരസലുകൾ ഉണ്ടായിട്ടുണ്ടാവും. രാഹുൽ ദ്രാവിഡ് പ്രൂവൺ ആയിട്ടുള്ള ഒരു കോച്ചാണ്. ഈസ് എ ലെജൻഡ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്. സോ രാഹുൽ ദ്രാവിഡ് ഇപ്പോൾ RRൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി വേറെ ഏതെങ്കിലും ടീമിന്റെ ഭാഗമാണോ ഇല്ല എന്തെങ്കിലും നാഷണൽ ഡ്യൂട്ടി പുള്ളിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. ഒരുപക്ഷെ NCAയിലേക്ക് പോവാം, അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് തന്നെ മറ്റേതെങ്കിലും പൊസിഷനിലേക്ക് ഒരു ഹയർ പൊസിഷനിലേക്ക് പോകാം. അങ്ങനെ ഒരുപാട് ചാൻസസ് ഉണ്ട്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആവാം രാഹുൽ ദ്രാവിഡ് ഇപ്പോൾ ഈ പൊസിഷൻ വേണ്ടാന്ന് വെച്ചത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് രാഹുൽ ദ്രാവിഡിനെ സംബന്ധിച്ച്. സഞ്ജു സാംസനെ സംബന്ധിച്ച് രാഹുൽ ദ്രാവിഡായിട്ട് അങ്ങനെ ഒരു ഉരസലുണ്ട്. അല്ലെങ്കിൽ ഡിസിഷൻസ്, ഇതൊരു വഴക്കല്ല, ഒരു ഡിസിഷൻസ് ഒരേ പേജിൽ ഇല്ലാതിരിക്കുക, ഒരു പ്ലെയറും കോച്ചും ഒരേ പേജിൽ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാന്റെ കാര്യത്തിൽ. അതിനകത്ത് മെയിനായിട്ട് നമ്മൾ പറഞ്ഞത് ഈ ജോസ് ബട്ട്ലറിന്റെ റിട്ടൻഷൻ സഞ്ജുവിന് ഉറപ്പായിട്ടും വേണ്ട ഒരു കാര്യമായിരുന്നു. സഞ്ജുവിനെ സംബന്ധിച്ച് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജോസ് ബട്ട്ലറിന്റെ റിട്ടൻഷൻ. അതുപോലെ തന്നെ ബോൾട്ട്, അശ്വിൻ, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ റിട്ടൻഷൻസ് സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നടന്നില്ല. റിട്ടൻഷൻസിൽ സഞ്ജുവിൻ്റെ ഐഡിയാസ് അല്ലെങ്കിൽ സഞ്ജുവിൻ്റെ താല്പര്യങ്ങൾ പരിഗണിച്ചില്ല എന്നുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ടീം സെലക്ഷൻ, അതുപോലെ ഇൻസൈഡ് ടീം കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സൂപ്പർ ഓവർ കഴിഞ്ഞ വർഷം നടക്കുന്ന സമയത്തൊക്കെ എത്രത്തോളം സഞ്ജു ഇൻവോൾവ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ നമുക്കത് വിസിബിളി തന്നെ കാണാനുണ്ടായിരുന്നു. സഞ്ജുവിൻ്റെ ഇൻവോൾവ്മെന്റ് അവിടെ കുറവായിരുന്നു. ആസ് എ കോച്ച് രാഹുൽ ദ്രാവിഡ് ആയിരുന്നു ഡിസിഷൻസ് എടുത്തിരുന്നത്. സോ കോച്ചും ക്യാപ്റ്റനും ഒരേ പേജിൽ ഇല്ലാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു റിസൾട്ടായിട്ട് നമുക്ക് തന്നെ കാണാം. എന്തായാലും അത് നല്ല രീതിയിൽ ടീമിന് അത് ഗുണകരമായിട്ട് വരട്ടെ, സഞ്ജു തിരിച്ചു വരാനായിട്ട് പറ്റട്ടെ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. വേറൊരു ബിഗ് ന്യൂസും കൂടെ വരുന്നുണ്ട്. ധോണി ഇന്ത്യയുടെ T20 വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ മെൻറ്ററായിട്ട് ടീമിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസും കൂടെ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ട്. അതെങ്ങനെ വർക്കൗട്ട് ആവും? ധോണിയെ BCCI അപ്രോച്ച് ചെയ്യുന്നുണ്ടോ? ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഗൗതം ഗംഭീർ ആൻഡ് ധോണി രണ്ടുപേരുടെയും തമ്മിലുള്ള ഒരു നമുക്കറിയാം വിശ്വവിഖ്യാതമായിട്ടുള്ള ഒരസലുകളാണ്. സോ ഈ രണ്ടുപേരും എങ്ങനെ കോച്ചായിട്ടും മെൻറ്ററായിട്ടും ഒരേ ടീമിന്റെ കൂടെ തുടരുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ധോണി കമ്മിങ് ആസ് എ മെൻറ്റർ പറയുമ്പോഴത്തേക്ക് വീണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഗൗതം ഗംഭീറിന് എന്തെങ്കിലും പണി വരുന്നുണ്ടോ എന്നൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു ടീമിൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. കാരണം രണ്ടുപേരും സ്വന്തം ഡിസിഷൻസിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. അവർ ലീഡേഴ്സാണ്, രണ്ടുപേരും സക്സസ്ഫുൾ ലീഡേഴ്സാണ്. ഗൗതം ഗംഭീർ സക്സസ്ഫുൾ ലീഡറാണ്, മഹേന്ദ്ര സിംഗ് ധോണി സക്സസ്ഫുൾ ലീഡറാണ്. ഒരേ ഒരേ കുടക്കീഴിൽ 2 ലീഡേഴ്സ് അത്രയും തോട്ട്സ് ലീഡർഷിപ്പ് റോളിൽ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള 2 പേര് ഒരുമിച്ച് നിൽക്കുമ്പോഴേ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ്. അത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഒരിക്കലും നല്ല രീതിയിൽ പോകത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡിസ്കഷൻസ് നടക്കുന്നുള്ളൂ. മോസ്റ്റ് പ്രോബബ്ലി ഇതിനകത്ത് ധോണി ഇൻട്രസ്റ്റഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വിത്ത് ഗംഭീർ ഇങ്ങനെ റോള് അതൊരു കോൺഫ്ലിക്റ്റില്ലാതെ അവസാനിക്കും. ധോണി കുറച്ചും കൂടെ സൈലന്റ് ആയിട്ട് ഒതുങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. സോ ഇത് രണ്ടുമാണ് മേജർ ന്യൂസ്. ഇതല്ലാതെ തന്നെ പാകിസ്ഥാൻ vs UAE മത്സരം ഇന്നലെ നടന്നിരുന്നു. അതിൽ പാകിസ്ഥാൻ വിജയിച്ചിട്ടുണ്ട്. 207 റൺസ് ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് പാകിസ്ഥാൻ അടിച്ചു. തിരിച്ച് 176 റൺസ് അടിക്കാനേ UAEക്ക് സാധിച്ചുള്ളൂ. പാകിസ്ഥാന്റെ സെയിം അയൂബ് 69 റൺ അടിച്ചു 38 ബോളിൽ. അത് സൂപ്പറായിട്ടുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു. ഹസൻ നവാസ് എന്ന് പറഞ്ഞ പ്ലെയർ അത്യാവശ്യം നന്നായിട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഹിറ്ററാണ്. പക്ഷേ UAE ആണ് ഇന്നലെ അടുപ്പിച്ചൊരു 3 6 ഒക്കെ അടിച്ചു. UAE ആണ് ഇന്ത്യയുടെ സ്പിന്നേഴ്സിന് കൂടെ വരുമ്പോൾ എങ്ങനെയാണെന്ന് കണ്ടതിന് അറിയേണ്ടതാണ്. മുഹമ്മദ് നവാസ് എപ്പോഴത്തെ പോലെ ഇന്നലെ ഒരു ഹാൻഡി ആയിട്ടുള്ള 24 റൺസ് അടിച്ചു. തിരിച്ച് UAE സൂപ്പറായിട്ട് ബാറ്റ് ചെയ്തു. 176 റൺസ് തിരിച്ചടിച്ചു. അതിനകത്ത് ഒരു ബാറ്റ്സ്മാനാണ് ആസിഫ് ഖാൻ എന്ന് പറഞ്ഞൊരു ബാറ്റ്സ്മാൻ
7 റൺസ് 35 ബോളിൽ അടിച്ചു. സോ ഇതാണ് പാകിസ്ഥാൻ vs UAE മത്സരം. ഇനി ഇതിനകത്ത് മൊത്തം 7 മത്സരമുണ്ട്. പാകിസ്ഥാൻ, UAE ആൻഡ് അഫ്ഗാനിസ്ഥാൻ തമ്മിൽ കളിക്കുന്ന 7 മത്സരങ്ങളുണ്ട് ഏഷ്യ കപ്പിന് മുന്നോടിയായിട്ട്. അപ്പോൾ നമുക്ക് നേരെ KCLലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 2 മത്സരങ്ങളാണ് ഇന്നലെ നടന്നത്. കാലിക്കറ്റും അതുപോലെ തന്നെ ട്രിവാൻഡ്രവും തമ്മിലുള്ള മാച്ചിൽ കാലിക്കറ്റ് ജയിച്ചു. അതിൽ ഏറ്റവും പ്രധാനം 26 ബോളിൽ 86 റണ്ണിൽ എക്സ്പ്ലോസീവ് ബാറ്റിംഗ് സൽമാൻ നിസാർ. ഒരു രക്ഷയില്ലാത്ത ബാറ്റിംഗ്. 12 ബോളിൽ 11 സിക്സർ അടിച്ച് പൊള്ളപ്പം ബാറ്റിംഗ്. ഒരു രക്ഷയില്ലായിരുന്നു. ഇത് മൊത്തത്തിലൊരു നാഷണൽ ശ്രദ്ധ പിടിച്ചു വരിയിട്ടുണ്ട്. മറ്റ് പല ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്ന, കോച്ചസൊക്കെ ഡിസ്കസ് ചെയ്യുന്ന എന്ന് പറയുന്ന പേര് ഡിസ്കഷനിലേക്ക് വരുന്നുണ്ട്. ചെന്നൈയിലേക്ക് പരിഗണിക്കപ്പെടുന്നു, ട്രയൽസിനൊക്കെ വിളിക്കും എന്നൊക്കെ ഉള്ള ന്യൂസ് വരുന്നുണ്ട്. സോ മൊത്തത്തിൽ കേരള പ്ലേയേഴ്സിന് ഈ വർഷത്തെ KCL വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നല്ല രീതിയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന റീസൺ സഞ്ജു ഈ ടീമിൽ കളിക്കുന്നതാണ്, കൊച്ചിക്ക് വേണ്ടിയിട്ട്. അതായത് KCL സഞ്ജു പങ്കെടുക്കുന്നതാണ്. ആരും മറന്നു പോകരുതെന്ന് പ്രത്യേകിച്ച് ഇവിടെ ഒരു പറയാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് 1-2 പ്ലേയേഴ്സ് അവിടെ പോയി IPL പോയിട്ട് എന്തെങ്കിലും പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് നേരെ എല്ലാവരും വന്നിട്ട് സഞ്ജുവിൻ്റെ തോളത്തോട്ട് കയറും, ഹേറ്റേഴ്സ്. കാരണം സഞ്ജു തൻ്റെ കരിയറിൽ നേടിയത്, സഞ്ജു കേരള ക്രിക്കറ്റിന് എന്താണ് സംഭാവന ചെയ്തതെന്ന് ഇപ്പോൾ നോക്കിയാലും മനസ്സിലാവും. ഒരുപാട് കുട്ടികൾക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ്, സ്റ്റാർസിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം സഞ്ജു അവൻ്റെ നേടിയതിൻ്റെ ഒരു അംശമാണ് ഇപ്പോൾ KCL ആ ഒരു ഹൈപ്പായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ നാഷണൽ ശ്രദ്ധ. തീർച്ചയായിട്ടും സഞ്ജുവിൻ്റെ ഒരു റോള് വളരെ വലുതാണ് ഈ ഒരു കാര്യത്തിൽ. നാളെ ഒരു കാലത്ത് സഞ്ജുവിനെ തള്ളി പറയാതിരുന്നാൽ കൊള്ളാം. എന്തായാലും രണ്ടാമത്തെ മാച്ചിൽ കൊച്ചി vs തൃശ്ശൂരായിരുന്നു. അതിനകത്ത് കൊച്ചി വിജയിച്ചു. അതാണ് KCLൻ്റെ മൊത്തത്തിലുള്ള ഇന്നലത്തെ ന്യൂസ്. ഒരു ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊച്ചി ബ്ലൂ ടൈഗേഴ്സാണ് ടോപ്പിലുള്ളത്. 7 മത്സരത്തിന് 5 മത്സരങ്ങൾ ജയിച്ചു. കാലിക്കറ്റ് ഗ്ലോബൽസ് 2ാം സ്ഥാനത്തുണ്ട്, 7 മത്സരങ്ങൾ 4 മത്സരം. തൃശ്ശൂർ 3ാം സ്ഥാനത്തും കൊല്ലം 4ാം സ്ഥാനത്തുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രവും ആലപ്പുഴയാണ് ഇച്ചിരി പുറകിലുള്ളത്. അതാണ് KCLൻ്റെ ന്യൂസ്. സോ അത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ന്യൂസ്. സഞ്ജു RR തന്നെ തുടരുമെന്നുള്ള കാര്യം കണ്ടറിയണം പുതിയ സാഹചര്യത്തിൽ. എന്തായാലും നമുക്ക് മുന്നോട്ടേക്ക് നോക്കാം. ഏഷ്യ കപ്പിലേക്കുള്ള ബിൽഡപ്സും നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും പാകിസ്ഥാൻ, UAE ആൻഡ് അഫ്ഗാനിസ്ഥാൻ നടക്കുന്ന ഈ മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീലങ്കയുടെ ഒരു T20 സിംബാബ്വേയായിട്ടും വരുന്നുണ്ട്. സോ അതെല്ലാം നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.